ഞാനൊരു ടാറ്റൂയിസ്റ്റാണ്. ടാറ്റു ചെയ്യലിന്റെ ഹാപ്പിനെസ് എപ്പോഴും ഉണ്ടെങ്കിലും എന്നെ പേഴ്സണലി സ്നേഹിക്കുന്ന എന്നെക്കാൾ പ്രായമുള്ള പലർക്കും എന്റെ ജോലി പബ്ലിക്കായിട്ട് അവൻ ഒരു ടാറ്റൂയിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ടാറ്റു ആർട്ടിസ്റ്റ് ആണ്, പച്ചകുത്തലാണ് അവന്റെ പരിപാടി. ഈ ഒരു കാര്യം പബ്ലിക്കായിട്ട് പ്രായം കൂടിയ ആൾക്കാരുടെ അടുത്തോ അല്ലെങ്കിൽ സംസാരിക്കാൻ പറയാൻ ഒരു മടി തോന്നാറുണ്ട്. അത് ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കാറില്ലെങ്കിലും ചിലപ്പോഴൊക്കെ അത് നമ്മളെ ഹർട്ട് ചെയ്യും. എന്റെ ജോലി അവർക്ക് പുറത്ത് പറയാൻ തോന്നുന്ന ഒരു അഭിമാനത്തിൽ എവിടെയോ ഒരു കുറവ് ഉണ്ട് എന്ന് തോന്നുമ്പോഴത്തേക്ക് മനസ്സിൽ വിഷമം തോന്നും. അത് അവരുടെ പ്രശ്നമല്ല, ആ ഒരു ജനറേഷൻ ആ ഒരു ജോലി അങ്ങനെ കാണുന്നത് കൊണ്ടാണ്. ആ ഒരു വിഷമം തോന്നുമ്പോൾ എനിക്ക് വിഷമത്തിൽ നിന്ന് പുറത്ത് വരാൻ തോന്നുന്നത് സ്വാഭാവികമായിട്ട് ഈ ജോലി തരുന്ന ഫ്രീഡവും ഇത് തരുന്ന വരുമാനവും തന്നെയാണ്. പക്ഷേ അതിനപ്പുറം വേറൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വ്യക്തമാക്കാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. വിഷ്ണു വരച്ച ഫോട്ടോ നന്നായിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ കണ്ണൊക്കെ കണ്ടാൽ ജീവിച്ചിരിക്കും പോലെ തന്നെ നമുക്ക് തോന്നും. അത്ര സൂപ്പറായിട്ടുണ്ട്. വിഷ്ണു മക്കളെ, നിന്റെ ടാറ്റു കണ്ടിട്ട് എൻ്റെ സഹോദരിയുടെ അഭിപ്രായമാണ് ആ കേട്ടത്. ഈ ഒരു വോയിസ് റിപ്ലൈ ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് യൂസ് ചെയ്തത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. ഒരു ശരിയുണ്ട്, അതിലൊരു തെറ്റുമുണ്ട്. തെറ്റെന്താണെന്ന് വെച്ചാൽ അത് അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു വന്നൊരു റിപ്ലൈ. ഞാൻ എൻ്റെ സന്തോഷം 4 പേരെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ജോലിയുടെ മഹത്വം 4 പേരെ കാണിക്കാൻ വേണ്ടി കാണിച്ചതാണെന്ന് പറഞ്ഞാലും അതിലൊരു ബിസിനസിന്റെ ഷെയ്ഡ് ഉണ്ട്. ഞാൻ ചെയ്യുന്ന വർക്കിന്റെ ക്വാളിറ്റി എത്രമാത്രം, അല്ലെങ്കിൽ അത് പെർഫെക്ഷൻ എത്രമാത്രമാണെന്ന് 4 പേരെ കാണിക്കുക, ചെയ്തിട്ട് പോയവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് 4 പേരെ കാണിക്കുക എന്നൊരു ബിസിനസ് മൈൻഡ് ഒരു സൈഡിലുണ്ട്. അപ്പോൾ അതുള്ളതുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നത് എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇത്തരം റെസ്പോൺസുകളാണ് ഈ ജോലി ചെയ്യുന്നതിൽ ഇത് എത്രമാത്രം മഹത്വമുള്ള ഒരു ജോലിയാണ് എന്ന തോന്നൽ എനിക്ക് പലപ്പോഴും ഉണ്ടായി. അതൊരു അഭിമാനമായി, പലപ്പോഴും അതൊരു അഹങ്കാരമായിട്ട് തോന്നാറുള്ളത്. ഈ ജോലി തരുന്ന വരുമാനം, ഈ ജോലി തരുന്ന ഫ്രീഡം, അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട, ഇതൊക്കെ ഈ ജോലിയുടെ മഹത്വമാണെങ്കിലും അതിനപ്പുറം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ ആ സന്തോഷം എന്നൊക്കെ ആ ഒരു ടാറ്റു നോക്കി അവർ സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ അത് നോക്കി അവർ ഓർമ്മിക്കുന്നു. ആ ഓർമ്മയുടെ ഒരു ചെറിയ അംശമാവേ എനിക്കും പറ്റും. ചിലപ്പോൾ ഞാനൊരു ബന്ധമില്ലാതെ ആ ടാറ്റു ചെയ്ത സമയത്ത് മാത്രം കണ്ട് പിരിഞ്ഞ ആൾക്കാരായിരിക്കും ചിലപ്പോൾ. പക്ഷെ അവർ ആ ടാറ്റു കാണുന്തോറും അതിന്റെ സന്തോഷത്തിന്റെ ഭാഗമാവാൻ എനിക്ക് പറ്റുന്നു. ഏത് ജോലി ആ ഒരു സന്തോഷം, ആ ഒരു സാഹചര്യം, ആ ഒരു അഭിമാനം തരാൻ കഴിയും. മനസ്സിൽ തോന്നിയ സന്തോഷം ഇത്രയും ഫ്രീ ആയിട്ട് എന്നോട് പറഞ്ഞത് വളരെ വലിയ കാര്യമാണ്. നിങ്ങളിൽ നിന്ന് ഞാൻ വാങ്ങിയ പണത്തെക്കാളും നിങ്ങളുടെ വർക്ക് കണ്ടിട്ട് നാളെ വരാൻ പോകുന്ന മറ്റ് വർക്കുകളെക്കാൾ കൂടുതൽ നിങ്ങൾ ഈ പറഞ്ഞ ഈ വാക്കുകൾ എത്രമാത്രം എന്നെ ഹാപ്പി ആകുന്നുണ്ടെന്നും എത്രമാത്രം ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്നും ഉള്ളതിന്റെ കാരണമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. താങ്ക് യു.